ഹലോ, ഗുഡ് മോർണിംഗ്. എൻ്റെ കൂട്ടുകാർക്കൊക്കെ എന്താ വിശേഷം? സുഖാണോ എല്ലാവർക്കും? നമുക്കേ ഹെൽത്തി ആയിട്ടൊരു തോരൻ ഉണ്ടാക്കാം. ഇത് ഞാൻ മിനിഞ്ഞാന്ന്, അതല്ല ഇന്നലത്തെ തലേദിവസം വെള്ളത്തിലിട്ട ചെറുപയർ കഴുകി വാരി ശരിക്ക് അതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞ് വെള്ളത്തിലിട്ടായിരുന്നു. എന്നിട്ട് ആ ചെറുപയർ ഞാൻ ഇന്നലെ കഴുകി മറ്റേ വെള്ളം കളഞ്ഞ് വെച്ചിട്ട് ഉച്ച കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് അതിനിങ്ങനെ കുറുമുള വന്നിരിക്കണം. കുറുമുള എന്ന് പറയണത് മുള. അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇന്ന് നമുക്ക് ചെറുപയറും കൊണ്ടൊരു തോരൻ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കണം ഒരു അരമുറി സവാള, കുറച്ച് ചുമന്നുള്ളി, അല്പം വെളുത്തുള്ളി, ഒരു 4 വറ്റൽമുളക്, 3 പച്ചമുളക്. ആവശ്യത്തിന് നമുക്കിത് കടു പൊട്ടിക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് പൊട്ടി വരാൻ വീണ്ടും താമസം. അന്നേരം കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം എടുക്കട്ടെ കേട്ടോ. ഒരു ഗ്ലാസ് വെള്ളം വേണ്ട, കുറച്ച് വെള്ളം. കടുക് പൊട്ടി വരണ്ട കേട്ടോ. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി, അരമുറി സവാള, ഒരു 3 ചുവന്നുള്ളി എടുത്തേക്കണേ. നിങ്ങൾക്ക് മുഴുവൻ ചുവന്നുള്ളി വേണമെങ്കിൽ ചുവന്നുള്ളി എടുക്കാം. ഇതിപ്പോൾ ഞാൻ അരമുറി സവാളയും ഒരു 4 അല്ലി ചുവന്നുള്ളി, കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 3 ടീസ്പൂൺ തേങ്ങ ഒരുപാട് എടുത്തിട്ടില്ല. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എല്ലാത്തിനും കൂടെ ഉള്ള ഉപ്പാട്ടോട്ട് കൊടുക്കണേ. മൊത്തത്തിൽ നമുക്ക് ഉപ്പിടണ്ട. പെട്ടെന്ന് തയ്യാറാക്കാവുന്നൊരു തോരനാണിത്. കാരണം പറഞ്ഞ് 2 ദിവസം വെള്ളത്തിലിട്ട് വയ്ക്കണം. വേപ്പില, 2-3 വേപ്പില അതിനകത്ത്. മുളക് പൊടി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇടാം. ഞാനിപ്പോൾ ഇതിൽ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കണുള്ളൂ. അല്പം മുളക് പൊടി ചേർക്കണം, കൂടുതൽ. കാരണം ചെറുപയറിന് മുളക് അധികം വേണ്ട. പച്ചമുളക് ഇട്ട് കൊടുക്കും. മഞ്ഞൾ, ഇതെല്ലാം കൂടെ വാടി വരുമ്പോൾ നമുക്ക് മുളപ്പിച്ച് വെച്ച പയറിട്ട് കൊടുക്കും. കഴുകി വാരിയിട്ട് വീണ്ടും ഞാൻ ഇതിനകത്ത് വെള്ളം പോകാനായിട്ട് എടുത്ത് വെച്ചതാണ്. ഹെൽത്തി ആട്ടോ. കാരണം ഇതിൻ്റെ മുള വന്നു കഴിഞ്ഞപ്പോൾ മുളപ്പിച്ച പയർ എപ്പോഴും ഔഷധ ഗുണമുള്ളതല്ലേ. തീ ഏറ്റവും കുറച്ച് വയ്ക്കുക. തീ വേണമെന്ന് ചോദിച്ചാൽ വേണം, വേണ്ടാന്ന് ചോദിച്ചാൽ വേണ്ട. പക്ഷെ സ്വല്പം കുറച്ച്. നമുക്ക് എന്തായി നോക്കാട്ടോ.
വെന്തിട്ടില്ല. നല്ലൊരു മണം വരണ്ട്. അടിപൊളിയാട്ടോ. ഞാനിപ്പോൾ ഇതിനകത്ത് ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല. തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരു 3 സ്പൂൺ തേങ്ങ. ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് അല്പം മുളക് പൊടി ചേർക്കുന്നുണ്ട്, പേരിന് മാത്രം. ഇതിനകത്ത് വെള്ളം ചേർക്കാതിരിക്കുമ്പോൾ അങ്ങനെ മുളകിന്റെ പച്ചക്കുത്തൊന്നും വരില്ല കേട്ടോ. വെള്ളം ചേർക്കണില്ലല്ലോ. അതിൻ്റെ ഒരു കളറ് മാറി വരാൻ വേണ്ടി മാത്രം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാൻ മതി. മുളക് ചേർത്തില്ല എന്ന് ഓർത്ത് ഒരു കുഴപ്പമില്ല. ഇതിനകത്തിപ്പോൾ ആവശ്യത്തിന് പച്ചമുളകും ചേർത്തിട്ടുണ്ട്, ഉണക്കമുളക് 4 എണ്ണം ഇട്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, നമ്മുടെ തോരൻ എന്തായി നോക്കട്ടെ. അടിപൊളി. കണ്ടോ, ഇതിപ്പോൾ ഞാൻ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചില്ല. കണ്ടല്ലോ, വെള്ളം വേണ്ട അതിന്. അപ്പം ഞാനിത് ഇവിടെ ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ. കണ്ടോ, കണ്ടോ, നിങ്ങൾ മറ്റേ ചെറുപയർ അതുപോലെ കഴിക്കുന്നേക്കായും എന്തുകൊണ്ടും ഗുണം മുളപ്പിച്ച ധാന്യങ്ങൾ നമ്മൾ കഴിക്കുക. കണ്ടോ, അപ്പതേ സ്വാദിഷ്ടമായ എൻ്റെ മുളപ്പിച്ച ചെറുപയർ തോരൻ ഇവിടെ റെഡിയായി. ഉപ്പുണ്ടോ ഒക്കെ നോക്കട്ടെ. സൂപ്പർ. ഉണ്ടോ, ഇതിപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാം, കഞ്ഞി, മറ്റേ ചപ്പാത്തി, അതിൻ്റെ കൂടെയൊക്കെ നമുക്കിത് സൈഡായിട്ട് കഴിക്കാവുന്നൊരു കറിയാണ് മുളപ്പിച്ച ചെറുപയർ തോരൻ. അടിപൊളിയാട്ടോ. ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കാനും സിമ്പിളാണ്, പെട്ടെന്ന്. ഇതിപ്പോൾ കഴുകി വാരി നമ്മൾ കുക്കറിൽ വേവിക്കൊന്നും വേണ്ട, മുളപ്പിക്കാൻ വെച്ചാൽ പോരെ. സൂപ്പർ സൂപ്പർ സൂപ്പർ, അതിഗംഭീരം തന്നെ പറയാം ഒരു തോരൻ. അപ്പം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ. ഉണ്ടാക്കണം കേട്ടോ എല്ലാവരും, ഞാൻ പറയുകയാണ്.